ഹായ് ഹലോ മുത്തുമണീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശുണ്ടാപ്പിയുടെ ഫുഡെല്ലാം തീർന്നു. ഫുഡെന്ന് പറയുന്നത് തവിടും പിണ്ണാക്കും ഒക്കെ തീർന്നു. അപ്പം അത് മേടിക്കാനായിട്ട് ഞാൻ പുറത്തു പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പോണതിൻ്റെ കൂടെ അമ്മ കുറച്ച് പറഞ്ഞു വേണ്ടി കൂടി തന്നു വിട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് മാർക്കറ്റിൽ ചന്തയിൽ കൊടുത്ത് വിറ്റ് കാശാക്കാനുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും കുറച്ചുകൂടെ ഓൾറെഡി ഇപ്പോൾ ഉണ്ടായിരുന്നു, അതെടുത്ത് കവറിൽ വെച്ചേക്കുവാണ്. ഇനി കുറച്ചും കൂടി പറങ്കമാവിൽ നിൽക്കുന്നു എന്നും പറഞ്ഞ് അമ്മ പറിക്കാനായിട്ട് പോയേക്കുവാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന കുറച്ച് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാ, ഇതാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് ഇതൊരു 1/2 കിലോ കാണുമായിരിക്കും എന്നാണ് പ്രതീക്ഷ. എന്തായാലും ബാക്കി അമ്മ വറുക്കാനായിട്ട് പോയിട്ടുണ്ട്. അതും കൂടി കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് ഏകദേശം 1 കിലോ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 1 കിലോ ആകുമ്പോഴത്തേക്ക് കിലോ കണക്കിനുള്ള വില കിട്ടുമല്ലോ. 1/2 കിലോ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ക്യാഷ് കിട്ടത്തുള്ളായിരിക്കും. ഞാൻ എന്തായാലും പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം റെഡി ആയിട്ട് നിന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് പറങ്ങമാവിൽ കുറച്ച് പറങ്ങേണ്ടി നിൽക്കുന്നു, അതും കൂടി പോയി പറിച്ചുകൊണ്ട് വരണം. അങ്ങനെ തോട്ടം എടുത്തിട്ട് പോകണമുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം എനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് പറങ്ങേണ്ടിയും പിന്നെ പില്ലറ്റും പരുത്തി പിണ്ണാക്കൊക്കെ മേടിച്ച് എല്ലാം കൂടി ഒന്ന് കെട്ടിക്കൊണ്ട് വരാനുള്ള ഒരു ചാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേഴ്സും പിന്നെ ഫോണും, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം, മറന്നു പോയാൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട്. ചാക്കും എൻ്റെ പേഴ്സും പിന്നെ ഈ കറങ്ങും ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും മുത്തുമണീസ് അമ്മ ഒറ്റയ്ക്കല്ല, അമ്മയ്ക്ക് കൂട്ടിന് 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം അവരും കൂടി അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് എറിഞ്ഞൊക്കെ വീഴ്ത്തുവാണ്. വേറെ ഒന്നുമല്ല, അവരുടെ ഉദ്ദേശം അതായത് പറഞ്ഞിട്ട് തിരികെ ഇങ്ങ് തന്നിട്ട് അതിൻ്റെ മാങ്ങ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആണ് അവർ 2 പേരും കൂടി ഇവിടെ ഇപ്പം വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ദാണ്ടടാ ഇവിടെ ഒരു മാങ്ങേണ്ടി നിൽക്കുന്നു. അങ്ങനെ പിന്നെ അമ്മ അതും പറിച്ചെടുത്തു. പിന്നെ ഇതെല്ലാം കൂടെ കൊണ്ട് ഞാൻ വീട്ടിൽ നേരെ വന്നു. അപ്പോൾ ഇത്ര അണ്ടിയും കൂടെ കിട്ടി കേട്ടോ. പിന്നെ പോയി പറിച്ചപ്പോഴത്തേക്ക് ഇത്ര അണ്ടിയും കൂടെ കിട്ടി. ഇത് നല്ലതുപോലെ വിളഞ്ഞതല്ല, ചെറിയ അതായത് വിളഞ്ഞ അണ്ടിയല്ല, പച്ചയാണ്. ബാക്കി ഇത്രയും ഉണ്ടായിരുന്നു. ഇനി ഇതും കൂടി ഇതിനകത്തോട്ട് കുക്ക് ചെയ്യുമ്പോൾ 1 കിലോ കാണുമോ? 1 കിലോ ഉണ്ടെങ്കിൽ രക്ഷ, ഇല്ലെങ്കിൽ ഹുദാ ഹവ. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ആയിട്ട് ഇനി നമുക്ക് നേരെ മാർക്കറ്റിൽ പോവാം. അങ്ങനെ ഞാനെല്ലാം റെഡി ആക്കിയിട്ട് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. കിക്കർ അടിച്ചെടുത്തെങ്കിൽ എപ്പോഴും രാവിലെ എന്തായാലും കിക്കർ ചവിട്ടാതെ എടുത്താൽ ഇവളാകെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ കിക്കർ ചവിട്ടി ഒരുവിധം എങ്ങനെയെങ്കിലും സ്റ്റാർട്ടായി. മുത്തുമണീസ് അവൾ ഇതുവരെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. അപ്പോൾ അവളെ ഒന്ന് തട്ടി ഉണർത്താൻ കുറച്ചൊന്ന് 2-3 ചവിട്ടൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവളൊന്ന് ഉണർന്ന് വരത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഞാൻ ഇവളെ ചവിട്ടി ഒരു പരുവായി നിൽക്കുകയാണ് മുത്തുമണികളെ. ഞാൻ പോയിട്ട് വരാം. ഞാൻ വണ്ടി കയറി. ഇനി ഇവിടെ കുറച്ച് നേരം ഒന്ന് താറാവ് തുഴയുന്ന പോലെയൊക്കെ ഒന്ന് തുഴഞ്ഞൊക്കെയാണ് ഞാൻ വളച്ചൊക്കെ എടുക്കുന്നത്. അതായത് ഇവിടെ മുറ്റത്തിന് സ്പേസ് കുറവായതുകൊണ്ട് ഒന്ന് താറാവ് തുഴയുന്ന പോലെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഉന്തി ഇങ്ങോട്ടും ഉന്തി ഒക്കെ വളച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ വളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലെയൊക്കെയാണ്. എടുക്കാൻ ഇത്രയും പാടില്ലായിരുന്നു മുത്തുമണികളെ. എന്തുവാടേ ഇത്, ഇന്നെങ്കിലും നടക്കുമോ എന്നാണ് എൻ്റെ ക്യാമറാമാൻ പറയുന്നത്. ക്യാമറാമാൻ അറിയത്തില്ലല്ലോ എൻ്റെ കഷ്ടപ്പാട്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വളച്ച് തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് മുത്തുമണികളെ. അപ്പം ഞാനിനി പോയിട്ട് വരാം. ടാറ്റാ.
ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ വണ്ടിക്ക് എനർജി ഇല്ല, അപ്പോൾ അവൾക്കൊന്ന് കുറച്ച് എനർജി കയറ്റാനായിട്ട് ഞാൻ പമ്പിലോട്ട് വന്നേക്കുവാണ്. അപ്പം നേരെ പമ്പിൽ കയറിയിട്ട് അവിടെ നേരെ ഷോപ്പിലോട്ട് പോയിട്ടുണ്ട്. അതായത് മൊത്തക്കടയാണ്, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഒരു സാധനങ്ങളും കിട്ടാറില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാ മുളകുണ്ട്, അരിയുണ്ട്, സോപ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളുള്ള മൊത്തക്കടലാണ് ഞാൻ കയറിയത്. ഞാൻ അന്വേഷിച്ചതും എനിക്ക് വേണ്ടതുമായ സാധനങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുന്നു. തവിടുണ്ട്, പില്ലറ്റുണ്ട്, പിന്നെ എന്തൊക്കെ പേരറിയാത്ത കുറേ പിണ്ണാക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മേടിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ചെറിയ പില്ലറ്റല്ലേ വന്നത്, ചെറുതല്ലേ? ഈ മാമൻ എന്തോ ദേഷ്യമുള്ളതുപോലെ കേട്ടോ. ഞാൻ എന്ത് ചോദിച്ചാലും മാമന് പറയാൻ വലിയ ബുദ്ധിമുട്ട് പോലെ. അതെന്തോ ആവട്ടെ, മാമൻ എന്തായാലും ഞാൻ വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ മേടിച്ച സാധനങ്ങളെന്ന് പറയുന്നത്, ഞാൻ പില്ലറ്റ് മേടിച്ചു, പിന്നെ പരുത്തി പിണ്ണാക്ക് മേടിച്ചു, പിന്നെ തവിട് മേടിച്ചു. അപ്പം ഈ 3 സാധനങ്ങൾ മാത്രം എനിക്ക് ഇവിടെ നിന്ന് മതിയായിരുന്നു. ഇവിടുന്ന് ഞാൻ നേരെ കയറിയത് ചന്തയിലാണ് പറങ്ങേണ്ടി കൊടുക്കാനായിട്ട്. അപ്പം അത് തൂക്കി നോക്കുന്നുണ്ട് അവർ എത്രയുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ പറ്റി ഗൈസ്. 900 ഗ്രാം. 120? നിങ്ങളതിന് പൈസ വരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇതിന് മുന്നേ 2-3 തവണ ഞാൻ വന്നപ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അന്ന് ഇവർ നോട്ട് ചെയ്ത് വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ ഞാൻ അവിടുന്ന് നേരെ വന്നത് മുളക് പൊടി വാങ്ങാനായിട്ടാണ്. മുളക് പൊടി തീർന്നിരുന്നു. അപ്പം ഇപ്പം തീർന്നതുകൊണ്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് മതിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മേടിച്ചു. ഇത് തക്കാളിയും പച്ചമുളകൊക്കെ വാങ്ങിയിട്ട് ഞാൻ എന്താ ഈ ചേച്ചിയുടെ നിന്നാണ് മേടിച്ചത് കേട്ടോ. മുളക് പൊടി നല്ല മുളക് പൊടിയാണ്. ഞാൻ മിക്കുള്ള ദിവസം വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് അത്യാവശ്യത്തിന് മുളക് പൊടി മേടിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് മുളക് പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അത്യാവശ്യത്തിന് മേടിക്കുന്നത്. ഞാനങ്ങനെ തിരിച്ച് വന്ന് നേരത്തെ പിണ്ണാക്ക് മേടിച്ച കടയിൽ കയറി അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തു. അപ്പം ഇതിൽ ഫ്രണ്ടിൽ വെച്ച സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഡിക്കിയിൽ വെച്ചു. പിന്നെ അതിനുശേഷം കുറേ വന്നപ്പോഴത്തേക്കാണ് ഓർത്തത് പഞ്ചസാരയും തേയിലയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന വഴിയിലുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടുന്ന് പഞ്ചസാരയും തേയിലയും ഒക്കെ മേടിച്ചു, സോപ്പും പേസ്റ്റും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് മേടിച്ചു. ഇതും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട തന്നെയാണ്. ഇത് അവിടെ നിന്ന് വരുമ്പോൾ അടുത്ത ജംഗ്ഷനാണ്, കുറച്ചുകൂടി ഇങ്ങ് വരണം. അവിടെ കടയിൽ കയറി. അപ്പം ഞാനിങ്ങനെ പരതി നോക്കുകയാണ് എവിടെയെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുവാണ്. അപ്പം എനിക്ക് അത്യാവശ്യം കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് മേടിക്കണം എന്നുള്ളൊരു ത്വര ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാ എൻ്റെ വണ്ടി ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ആണ്ടടാ ഇവിടെ ഇരിക്കുന്നു നമ്മൾ തിരക്കി നടന്ന സാധനങ്ങൾ. ബിസ്ക്കറ്റ്, ഈ റോയിൽ മൊത്തം ബിസ്ക്കറ്റാണ് ഇരിക്കുന്നത്. മുത്തുമണികളിൽ നോക്കൂ, പല പല കമ്പനികളുടെ, പാർലേജി, ടൈഗർ, 50-50, എനിക്കറിയത്തില്ല, കുറേ എന്തൊക്കെ ബിസ്ക്കറ്റുകൾ. ഇതാ മുകളിലത്തെ റോയിൽ ഫുള്ളും ബിസ്ക്കറ്റ് തന്നെയാണ്. അത് ഫ്രണ്ടിൽ മറ്റേ ബൂസ്റ്റും ഹോർലിക്സൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞാൻ അവിടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഇറങ്ങി. മുത്തുമണീസ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നു. ദിങ്ങോട്ട് നോക്കൂ, ദിങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ദിങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഈ റോഡെയാണ് എനിക്ക് മുമ്പിലോട്ട് പോകാനുള്ളത്. മുത്തുമണി ഞാൻ അങ്ങനെ വീട്ടിലെത്തി എൻ്റെ വണ്ടി കൊണ്ട് കയറി വീട്ടിലെത്തി. മുത്തുമണി അപ്പോൾ സാധനങ്ങൾ സൈഡിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. ഇല്ലെങ്കിൽ സൈഡിൽ തട്ടി എല്ലാം ചളകുളമാകും. അങ്ങനെ ഞാൻ അതെടുത്ത് ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എന്നിട്ട് എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് വണ്ടി കൊണ്ടുവരുന്നത്. നോക്കി ഇത്തിരി സ്പേസേ ഉള്ളൂ അവിടെ. ആ സ്പേസിലൂടെയാണ് ഞാൻ വണ്ടി കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ നേരെ റോട്ടിൽ കിടക്കും. ഞാൻ എത്തിക്കഴിഞ്ഞ് മുത്തുമണികളെ. ഇനി ഞാൻ എങ്ങനെ ഇറങ്ങാനാണ്? എൻ്റെ ശിവനെ, ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടുവച്ചത്? ഞാൻ തന്നെയാണല്ലോ അല്ലേ? കണ്ണും കാണാൻ വയ്യ, ചെവിയും കേൾക്കാൻ വയ്യ. ഇത് ഏത് ജില്ല? മുത്തുമണീസ് ഞാൻ എത്തി. അയ്യോ, അങ്ങനെ മുത്തുമണീസ് ഞാൻ വീട് എത്തിയിരിക്കുകയാണ്. ഭയങ്കര വെയിലും ഭയങ്കര ചൂടും, നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. എന്തായാലും ഞാൻ വീട് എത്തിയിരിക്കുകയാണ്. ഇനി ഈ സാധനങ്ങളൊക്കെ, വണ്ടിയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് ഇറക്കി വയ്ക്കട്ടെ. ഓക്കെ, ബാക്കി പിന്നെ കാണാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ അവിടെ ഇല്ലായിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ ചുമന്നങ്ങ് അകത്ത് കയറ്റണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചെരുപ്പൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചത്? അയ്യോ, ഇതെൻ്റെ പൊന്നു.
എന്ത് ശിവനി തളർന്നൊരു വലുവായിരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിക്കണം മുത്തുമണി. സമയത്ത് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണിക്കാം. അതുവരെ ബൈ ബൈ. കുട്ടുമണി, എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ വന്നപ്പോൾ തൊട്ട് നീ ഇവിടെ കിടന്ന് ഓടയാണല്ലോ കുട്ടുമണി. എന്നെ കുട്ടുമണി, പിന്നെ പിന്നെ കുട്ടുമണി കളിക്കല്ലേ കുട്ടുമണി. ഞാൻ ചൂടെടുത്ത് ഒന്നിന് പുളിങ്ങി വന്നിരിക്കുകയാണ്. എടുത്ത് കളിക്കുന്നു. എനിക്ക് വെള്ളം എടുത്തുള്ളതാണ് കുടിക്കാൻ. വെള്ളം എടുത്തുണ്ടോ കുടിക്കാൻ? കുറച്ച് വെള്ളം എടുത്തുണ്ടോ അടി കുട്ടുമണി നീ? പിന്നെ കുട്ടുമണി പിന്നെ 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 കുട്ടി പിന്നെ 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 കൊച്ചു പിന്നെ 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 കൊച്ചു പിന്നെ കുട്ടുമണി പിന്നെ കുട്ടുമണി പിന്നെ. അതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളാണ്. നീ അതൊന്നും നശിപ്പിക്കല്ലേ കുട്ടുമണി. കുട്ടുമണി അവൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. അവിടെ ഇങ്ങനെ സ്മെല്ല് മണപ്പിച്ച് നോക്കണേ, സ്മെല്ല് ചെയ്ത് നോക്കണേ എന്തൊക്കെ സാധനമാണ്. എടി അതൊക്കെ പിണ്ണാക്കാണ്. പിന്നാക്ക് കൊണ്ടുവന്നേ കുട്ടുമണിക്ക്, പിന്നാക്ക് കൊണ്ടുവന്നേ കുട്ടുമണിക്ക്, പിന്നാക്ക് കൊണ്ടുവന്നേ കുട്ടുമണി, പിന്നെ പിന്നാക്ക് കൊണ്ടുവന്നേ. കുട്ടുമണി പിന്നെ വെള്ളം കുടിച്ചാണ് കുട്ടുമണി. പിന്നെ കുട്ടുമണി നീ വെള്ളം കുടിച്ച പിന്നെ പിന്നെ നീ എനിക്ക് വെള്ളം എടുത്തോണ്ട് വരാതെ നീ വെള്ളം കുടിച്ചോളാൻ കഴിഞ്ഞ് എന്ത് വരന്നല്ലേ വരണ. നീ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരണ കുട്ടുമണി. എടുത്തുണ്ടോ? അങ്ങനെതാ ഞാനൊന്ന് കിടന്ന് ഉറങ്ങി വന്ന് ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ പിന്നെ അതിനുശേഷം എഴുന്നേറ്റപ്പോഴത്തേക്കും പാലുകാരൻ വന്ന് പാലൊക്കെ കറന്നിട്ട് പോയി. അങ്ങനെ ഇനി ചായ ഇട്ട് വെച്ചേക്കുവാണ്. ഇനി ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇതാ കുട്ടുമണി ഓടിച്ചാടി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം അവളുടെ കലാപരിപാടികളാണ്. അതിനൊന്ന് വെറുതെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. എൻ്റെ കയ്യത്തെ കാര്യം ചവിട്ടിയുണ്ടല്ലോ. എൻ്റെ പുറത്ത് ചാട്ടിച്ചോട്ട് പിന്നെ ഞാൻ വിടൂല. ആ കട്ടിലെല്ലാം ഇപ്പം നശിപ്പിക്കും. ഇപ്പം
ഇത് വേണം, ഇത് വേണം, കുട്ടുമണിക്ക് എന്തിത് വേണം? ഈ കുട്ടുമണി പിന്നെ നിനക്ക് എന്തോ എന്നെ വട്ടാ? ഇങ്ങോട്ട് വയ്യത്തെ കാലിലൊന്നും ചവിട്ടിത്തരല്ലേ. എന്നെ ചവിട്ടുന്നു, എന്നെ ചവിട്ടുന്നു, ഇടിക്കുന്നു. സ്നേഹം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അവൾ അടുത്തൊന്നും പോവുകയില്ല. ഇങ്ങനെ ചവിട്ടക്കോ ഇടിക്കോ ഒക്കെയാണ്. ഇനി കുറേ നേരം ഈ വീടിനകത്ത് മൊത്തം അവൾ ഓടി കളിക്കോ ഓടി നടക്കോ ഒക്കെയാണ്. ഇനി അവളുടെ ഒരു ബഹളമാണ് ഇനി ഇതിനകത്ത്. നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അതുപോലത്തെ ഒരാളാണ് ഈ വീട്ടിലെ മൊത്തം അധികാരിയാണ് ഇവൾ. എൻ്റെ വയത്തെ കാലം ചവിട്ടല്ലേ. ശരിയാണോ? ഈ പെണ്ണ് എന്നെ ചവിട്ടുന്നു. എന്തൊരു ചെയ്യണമെന്നറിയ. വയ്യത്തെ കാലം ചവിട്ടല്ലേ. അങ്ങനെ കുട്ടുമണിയുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ ഇട്ട് വെച്ചിരിക്കുന്നു എനിക്കും അമ്മയ്ക്കും. പിന്നെ ഇവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഴം എടുത്ത് പഴംപൊരിയും ഉണ്ടാക്കി. പിന്നെ വരുന്ന വഴിക്ക് കടയിൽ കയറിയപ്പോഴത്തേക്കും ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പാർലേജി ബിസ്ക്കറ്റ്. അങ്ങനെ പാർലേജി ബിസ്ക്കറ്റും പഴംപൊരിയും കൂട്ടി തട്ടാൻ പോകുകയാണ് മുത്തുമണീസ്. നല്ല ടേസ്റ്റുള്ള പഴംപൊരിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയാം. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങി നടക്കണം. ഇതാണ് എന്നുമുള്ള പ്രശ്നം. ഞാൻ ചായ ഇട്ട് വെച്ചിട്ട് എപ്പോൾ വിളിച്ചാലും അമ്മയ്ക്ക് ഒരുപാട് പണികളാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ചുള്ളികളും പിന്നെ ഒരു ഉണക്ക ഓലയൊക്കെ പറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ പുറത്തിരുന്ന്, അതായത് അടുക്കളപ്പുറത്തിരുന്ന് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പഴംപൊരി, അമ്മയ്ക്കുള്ള ചായ, എനിക്കുള്ള ചായ, ബിസ്ക്കറ്റ്, അങ്ങനെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് മുത്തുമണികളെ. അമ്മ ഇവിടെ സുണ്ടാപ്പിയോടും കുട്ടുമണിയോടൊക്കെ എന്തൊക്കെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, വഴക്കു പറയാണ്. ഈ കുട്ടുമണി ഇടയ്ക്കിടയ്ക്ക് ശുണ്ടാപ്പിയുടെ അടുത്തോട്ട് ചെല്ലാറുണ്ട്. അപ്പം അവൾക്കാണെങ്കിൽ ആളാണോ ആടാണോ എന്ന് അവൾ നോക്കില്ലേ, അവൾ ചിലപ്പോൾ ചവിട്ടി എങ്ങ് കൂട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അമ്മ കുട്ടുമണീനെ വഴക്കു പറയുകയാണ്. അവന് ആ സൈഡിലൂടെ ഞാനിരുന്ന് പഴംപൊരി തട്ടുന്നുണ്ട്. ആഹാ, എന്തൊരു ടേസ്റ്റായ പഴംപൊരി, നല്ല പഴംപൊരി. അങ്ങനെ അമ്മയും ചായ കുടിക്കാനായിട്ട് വന്നിരുന്നു. ഇവിടെ വേസ്റ്റുകളൊക്കെ കത്തിച്ച് പുകയിടുവാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് കത്തിച്ച് പുകയിടുന്നുണ്ട്. ആ പുക മയമാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ഇവിടെ പ്രേതം വന്നിട്ടില്ല മുത്തുമണികളെ. ഇവിടെ ആകെയുള്ള പ്രേതമെന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് മുത്തുമണികളെ. മുത്തുമണി,
അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ദാ മുട്ട പൊരിക്കാനുള്ള പരിപാടിയിലാണ്. കാര്യം വൈകിട്ടത്തേക്ക് കറിയൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഉപയോഗിച്ച തലേ ദിവസത്തെ മീൻകറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ദാ മുട്ട ഞാൻ ഇങ്ങനെ അടിച്ച് കൂട്ടി കലക്കി എടുത്തിട്ടുണ്ട് മുത്തുമണികളെ. നല്ല എരിവുള്ള ഉണ്ടമുളകും നല്ല കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള മുട്ടയാണ്. മുട്ട ദാ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ ഒഴിച്ചു. ഇല്ല, വെന്തിട്ടില്ല. ഇനി കുറച്ചുകൂടി വേകാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 2-3 കുത്തു കൊടുക്കുമ്പോൾ അതിനൊന്നും ഒരു ഓർമ്മ വരും. അങ്ങനെ മുട്ട റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്തത് അവിയലിൻ്റെ പാത്രം അടുപ്പത്തിട്ട് തട്ടി വിട്ടിട്ടുണ്ട്. അതാണ് മുട്ട പൊരിച്ചത്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അവിടെ കൊച്ചുള്ളി കാണാം, നമ്മുടെ ഉണ്ടമുളക് അരിഞ്ഞിട്ടത് കാണാം, എല്ലാം ഇതിനകത്ത് നല്ല വ്യക്തമായി തെളിഞ്ഞു കാണാം. അതിനുശേഷം തന്നെ ഞാൻ അവിയലിന് അരയ്ക്കാനും ഒരു ചമ്മന്തി അങ്ങ് അടിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പം ചമ്മന്തിക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ തേങ്ങ പൊതിച്ചെടുക്കുകയാണ്. അപ്പം ഇത് ടാസ്ക് ആയിട്ടുള്ള പണിയാണ് ഈ തേങ്ങ പൊതിപ്പ്. എന്നാലും ഞാൻ ഭയങ്കര ഈസി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് മുത്തുമണികളെ. കുറച്ച് പാടായിരുന്നു. തേങ്ങ പൊട്ടിച്ച് ചെറുതായി അപ്പം നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുത്തേക്കും ഇങ്ങനെ ചിരകിയിട്ട് ചമ്മന്തി അരയ്ക്കും. ഇവിടെ എന്തരാണ് ഇവിടെ പരിപാടി? കുട്ടുപണി ഇവിടെ എന്തരാണ് പരിപാടി? ചുറ്റുമണി എന്തടി നേടി നീ? ചുറ്റുമണി ഇത് ആരിത്? ഇത് ഷുലൂപ്പിയാണ് കിടക്കുന്നത്. ഷുലൂപ്പി ഇവിടെയാണ് കിടക്കുന്നത്. ഷുലൂപ്പി കൊള്ളാലോ. ഷുലൂപ്പി കിടക്കുന്ന സ്ഥലം കൊള്ളാലോ. ഷുലൂപ്പി ചുറ്റുമണി പിന്നെ ഈ പെട്ട എന്താ ചെയ്യുന്നില്ല. കുത്തുമണി കുത്തുമണി ഇതാ വരുന്ന ചുലോപ്പി. കുത്തുമണി എന്നെ ചവിട്ടുന്നു. പിന്നെ എന്നെ ചവിട്ടുന്നു. കുത്തുമണി വരുന്ന ഇടിക്കുന്നു. ഇവനെന്നെ ഇടിച്ചു. പിന്നെ ഇടിച്ചു. നാട്ടുകാരി ഓടിവായോ. ഇടിച്ചു. ഞാൻ പോയി വെള്ളം എടുത്ത് കൊടുത്തിട്ട്. അങ്ങനെ ഇതാ ശുണ്ടാപ്പിക്കുള്ള കാടിവെള്ളം അമ്മയും ഞാനുമായിട്ട് ഇതാ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇത് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് തനിയെ പൊക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പം ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ശുണ്ടാപ്പിക്ക് കാടിവെള്ളം കൊണ്ട് വെച്ചു. ഇനി അവൾ തല മൊത്തത്താൽ അതിനകത്തങ്ങ് മുക്കി തപ്പിപ്പറക്കും. ചോറ്, മുട്ട പൊരിച്ചത്, അവിയൽ, ചമ്മന്തി, നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി, പുളിഞ്ചിക്ക അച്ചാർ. അപ്പോൾ ഇത്രയാണ് കഴിക്കാനുള്ളത്. എന്തായാലും ഞാൻ കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട് മുത്തുമണീസ്. ഞാൻ അവിയലും ചമ്മന്തിയും കൂടി മിക്സ് ചെയ്ത്, അവിയലിന് നല്ല ചൂടുണ്ട്. ഇപ്പം റെഡിയാക്കിയതേ ഉള്ളൂ. അവിയലും ചമ്മന്തിയും കൂടി ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കുഴച്ചതാ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. വിശന്നിരിക്കുന്നത് കൊണ്ടോ ആണോ എന്നറിയത്തില്ല. നല്ല ടേസ്റ്റ് ഒന്നുമില്ല. എന്താണ് മുട്ട പൊരിച്ചത് കൂടെ എടുത്ത്
എന്നാ ടേസ്റ്റാ. പിന്നെ ഞാനിതെടുത്തും ചമ്മന്തി എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പുളിഞ്ചിക്ക് അച്ചാറ്. നല്ല എരിവുള്ള ഉണ്ടമുളകൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇതാ ഇങ്ങനെ കുഴച്ച് എന്നിട്ട് പൊളിച്ചത് കൂടെ ഞാൻ കുറച്ച് മുട്ട എടുത്തു. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ചു പൊഴിച്ചു. ഇതാ പൊളി എപ്പോഴും ചിക്ക എപ്പോഴും ചിക്ക. നല്ല വിശപ്പുണ്ട് കേട്ടോ, നല്ല വിശപ്പുണ്ട്. വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ്. ഞാൻ ഇങ്ങനെ ഞെവിടി കഴിക്കുന്നത്, എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അല്ലാതെ വാരി കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി കിട്ടത്തോളൂ കഴിക്കുന്നതിന്. ഇതാ ഇങ്ങനെ കുഴച്ച് ഇതാ സൂപ്പർ മുത്തുമണി പോലെ. പുളിഞ്ചിക്ക അച്ചാറ് ആരും കൊതിയിടരുത്. നിർത്താം. നല്ല എരിവുള്ള ഉണ്ടമുളകും കൊച്ചുള്ളി, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള മുട്ട വെച്ചെടുത്താൽ കേട്ടോ. ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. എരിയുണ്ട് മുത്തുമണി. ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ. വിശപ്പുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിക്കുന്നു. അപ്പോൾ മുത്തുമണീസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മുത്തുമണികളും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനേ നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു മുത്തുമണീസ്. ഞാൻ ഇതൊന്ന് ഗാലിയാക്കട്ടെ മുത്തുമണീസ്, നല്ല വിശപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് തട്ടി വിടട്ടെ. ഓക്കെ മുത്തുമണീസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മുത്തുമണീസ്. ബൈ ബൈ.